എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാം. കർത്താവേ, കർത്താവ് കൊടുത്ത ആയുസ് എപ്പോഴും പറയുന്ന ഒരു ഭാഗമാണ്. ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യൻ വരുന്നത് രണ്ട് ദൗത്യവുമായി കാണുന്നു. ഒന്ന് അവരുടെ ഭൗതിക ദൗത്യം, രണ്ട് അവരുടെ ആത്മീയ ദൗത്യം. ഭൗതിക ദൗത്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു മകളായി മകനായി ജീവിക്കുക, നല്ല സഹോദരായി സഹോദരിയായി ജീവിക്കുക, ശേഷം ഒരു ഭർത്താവായി ഭാര്യയായി ജീവിക്കുക, നല്ലൊരു മാതാവായി പിതാവായി ജീവിക്കുക. ഇതാണ് ഒരു മനുഷ്യനെ കൊടുക്കുന്ന ഭൗതിക ദൗത്യം. വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നത് കർത്താവേ നല്ലൊരു മകളായിരുന്നു, നല്ലൊരു സഹോദരിയായി, നല്ലൊരു മരുമകളായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു അമ്മയായി കർത്താവ് കൊടുത്ത ആയുസ്സോളം ആ ഭൗതിക ദൗത്യത്തെ മറുപടിയായി ചെയ്ത ഒരു കർത്താവാണ്. വളരെ അഭിമാനവും സന്തോഷവും അക്കാര്യത്തിലായിരിക്കും. രണ്ട് ഒരു മനുഷ്യൻ ലഭിക്കുന്ന മറ്റൊരു കാര്യമാണ് ആത്മീക ദൗത്യം. കർത്താവെ അറിയുക, അവനെ സ്വീകരിക്കുക, രക്ഷനായി സ്വീകരിക്കുക, ജലത്തിൽ സ്നാനം കേൾക്കുക, കർത്താവിന്റെ മരണമോളം അല്ലെങ്കിൽ നമ്മുടെ മരണം വരെയും ഒരു വിശുദ്ധ ജീവിതം വരെയും കർത്താവ് കൊടുത്ത ഈ രണ്ട് ദൗത്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്ത ഒരു കർത്തദാസിയാണെന്ന് പറയുന്നതിൽ ഏറെ അഭിമാനിക്കുന്നു. ഈ ദൈവത്തിൽ കൊടുത്ത ദാനങ്ങളെയും കൃപകളെയും പ്രസംഗിക്കാനുള്ള കഴിവ്, കൃപ കർത്താവ് കർത്തദാസി കൊടുത്തിട്ടുണ്ട്. ലോകലീഡിയനായാലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് ഭംഗിയോട് ചെയ്യാൻ പക്ഷെ എങ്ങനെ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്. കർത്തദാസിയുടെ ദേഹവിയോഗത്തിന് ഒത്തിരി വേദനയും ഹൃദയത്തിനകത്തുണ്ട്. പക്ഷേ അതിനപ്പുറമായിട്ട് പിടിക്കുന്ന എല്ലാവർക്കും ഒരു വലിയ പ്രത്യാശ കൂടെ. അതാണ് ആദ്യമേ പറഞ്ഞത്, ഒരു പ്രത്യാശപൂരിതമായ ഒരു അന്തരീക്ഷമാണെന്ന് പറയുവാനുള്ള കാരണം. നമ്മുടെ ജീവിതത്തില് ദൈവം തരുന്ന ഓരോ അവസ്ഥകളിലും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം. ജനനമായാലും മരണമായാലും വിവാഹമായാലും ഏത് മേഖലകളിലായാലും ശരി, സ്തുതിക്കാൻ നമ്മെ കൊണ്ട് കഴിയും. അല്ല, എന്തുകൊണ്ട് വിളിക്കുന്നവർക്ക് ഹൃദയത്തിനകത്ത് ഒരു ഭാഗം പൊട്ടുന്ന വേദനയുണ്ട് എങ്കിലും അവര് ആ വേദന അടിച്ചമർത്തിയിട്ട് പ്രത്യാശയോ ഹൃദയത്തിനകത്ത് ഉള്ളത് കൊണ്ട് ആ വേദന അടിച്ചമർത്തിയിട്ട് ഞാൻ നിങ്ങളിവിടെ ആയിരിക്കുന്നത്. എന്താ നമ്മുടെ പ്രത്യാശ? മരിച്ചൊരു അക്ഷരം എഴുന്നേൽക്കുമ്പോൾ പ്രതാപം ധരിക്കുന്ന സമയത്ത് കർത്തദാസിയും ഒരു വലിയ പ്രത്യാശയാണ് എല്ലാവരുടെ ഹൃദയത്തിനകത്ത് ഉള്ളത്. ഞാൻ നിങ്ങൾ ഒരു ഓർമ്മയെ അവശേഷിക്കുന്ന കാലഘട്ടം അതിദൂരമല്ല എന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന് നമ്മുടെ മരണം ഒരു കാര്യം ഉറപ്പാണ്, ഹൃദയത്തിനകത്ത് പ്രത്യാശ വിശ്വാസങ്ങൾ, ആ പ്രത്യാശയെ മുറുകെ പിടിക്കുന്ന ഒരു ജീവിതം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. കർത്തദാസി താൻ കൊടുത്ത ആയുസ് ഏറ്റവും മേൽത്തരമായി വിശ്വാസത്തിലും പ്രത്യാശയിലും ഒക്കെ കഴിച്ചു കൊടുക്കുന്ന ദാസിയാണ്. ആ ദാസിയുടെ ജീവിതത്തിന്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഒരു മാതൃക എന്ന് വേണം എന്ത് ചെയ്യാൻ വിശേഷിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഓർപ്പിച്ചല്ലോ, ഹൃദയത്തിനകത്ത് ഒരു വലിയ വിശ്വാസ പ്രത്യാശമാണ്. 1883 ഒരു കർത്തദാസൻ 16 വയസ്സ് ജനിച്ച കർത്തദാസന് 16 വയസ്സില് താന് മാർത്തോമാ സഭയുടെ ശുശ്രൂഷ കഥാവിന്റെ മാർത്തോമാ ശുശ്രൂഷ ഇറങ്ങി തിരിച്ചിട്ട് ലോകത്തിന് വിവിധങ്ങൾ സഞ്ചരിച്ച് ദൈവം കൊടുത്ത ആത്മീയ കൃപകളെ വരികളാൽ വാക്കുകളായി ചുറ്റപ്പെടുത്തിയപ്പോൾ ക്രൈസ്തവ ഗാനങ്ങളിലേക്ക് ചേർന്ന് പാടാൻ പര്യാപ്തമായ നിരവധി ആശ്വാസ ഗാനങ്ങൾ തന്റെ തൂലികളിൽ നിന്ന് പുറത്തു വന്നു. അതുവരെയാണ് സാധു കൊച്ചു ഉപദേശം. ലോകം എനിക്കൊന്നും വേണ്ട, നാഥന്റെ സന്നിധിയിൽ ചേർന്നാൽ മതി എന്ന ഗാനങ്ങൾ നമുക്ക് നൽകിയ ആ കർത്തദാസന്റെ അവസാന സമയത്ത് തന്റെ കട്ടിലിന്റെ ആ സമീപത്തുള്ള തന്റെ അനുചരന്മാരോട് പ്രകാരം പറഞ്ഞു, ഞങ്ങൾ സായിപ്പ് എഴുതിയ ഒരു പാട്ടിന്റെ ഈരടിയുണ്ട്, യോർദാനക്കരെ കാണുന്നതിൽ വാഗ്ദത്തദേശം ശോഭ ചെയ്ത ഗാനം ചേർന്ന് പാടാൻ പറഞ്ഞു. കൂടെയുള്ളവരെ ഒരുമിച്ച് ചേർന്ന് ഈ ഗാനം ചേർന്ന് പാടി അടുത്ത ഒരു ഇപ്രകാരമാണ്: വൈണീകന്മാരുടെ ഇമ്പ ശബ്ദം കേൾക്കുന്നു ഞാൻ അക്കരെ ദേശത്ത് കേൾക്കുന്നു. ഈ ഗാനത്തിന്റെ വരികൾ അവർ ഏറ്റുപാടുന്ന സമയത്ത് വിറയാറുടെ കൈകൾ ഉയർത്തി വിറയാണ് അത്തരങ്ങൾ ചലിപ്പിച്ച് അത് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഈ പാട്ട് ഇപ്പോൾ ഇവിടെ നിർത്തുക. എന്നൊരു അന്തം വിട്ടു. എന്താ കർത്താവ് ഇപ്രകാരം പറയുന്നത്? എന്റെ പറഞ്ഞ ഇപ്രകാരമാണ്: അക്കര ദേശത്ത് വൈണീകന്മാരുടെ ഇമ്പ ശബ്ദം എന്റെ കാതും മുഴങ്ങുന്നത് ഞാൻ കേൾക്കുന്നു. അപ്പുറേ പറയുകയും സാധു കൊച്ചു അവിടെ പൊലിയുകയും ചെയ്തു. ഞാൻ പറയുന്ന സാധനം ജീവിതത്തിന്റെ അവസാന ശ്വാസത്തിലും നിങ്ങൾക്കും ഉണ്ടാകും.
നിദ്രകൂടുതലെ കുറിച്ച് നാം അറിയാത്തവരല്ല. പ്രൈസ് ദി ലോർഡ്. എന്താ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് കാഹളം ധ്വനിക്കുമ്പോൾ ഓർമ്മിച്ച പോലെ മരിച്ചവർ അക്ഷരേതർക്കും അന്ന് ഈ കർത്തദാസിയും ആ കാഹളനാദത്തിൽ ഉറപ്പാട്ടി പേരുകൾക്കും അന്ന് പറന്ന് 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 കർത്തനൊപ്പം ചേർന്ന് യുഗായുഗം അവരോടൊപ്പം ചേർന്ന് വാഴുവാനിടയായി. അങ്ങനെയാണെങ്കിൽ ആ വരികൾ ഒന്ന്